എറണാകുളം കളമശ്ശേരിയിൽ 7 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 10, 12, 13 വാർഡുകളിൽ പരിശോധന തുടരും. പ്രതിരോധ നടപടികൾ ഊർജിതമാണ്. മുസ്ന വിശദാംശങ്ങൾ നൽകും. മുസ്ന, ആശങ്ക അവസാനിക്കുന്നില്ല. ഇപ്പോഴും പുതിയ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മനസ്സിലാക്കുന്നത്. ഊർജിതമായ നടപടികൾ ഏതെല്ലാം രീതിയിൽ നടക്കുന്നുണ്ട്? ഏറ്റവും ഒടുവിൽ പരിശോധനയ്ക്കെടുത്ത 14 പേരിൽ നിന്നുള്ള 7 പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതലും നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച ആളുകളുടെ ബന്ധുക്കളും മറ്റുമാണ് ഈ പുതുതായി രോഗം ബാധിച്ച ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ സമ്പർക്കത്തിലൂടെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ചിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. നേരത്തെ കിണറുകളിൽ നിന്നാണ് മലിനമായ വെള്ളം ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടായത് എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് 10, 12, 13 വാർഡുകളിലെ ഉൾപ്പെടെ പ്രദേശത്തുള്ള മിക്ക സ്ഥലങ്ങളിലും സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പ്രതിരോധത്തിന്റെ ഭാഗമായി. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പും വലിയ രീതിയിൽ തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതും. കൂടുതൽ ആളുകളുടെ പരിശോധന വരും ദിവസങ്ങളിലും അതുപോലെ ഇന്നുമൊക്കെയായി ഉണ്ടാകുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇതിന്റെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കുടുംബങ്ങളിൽ തന്നെ, അതായത് നേരത്തെ രോഗം ബാധിച്ച ആളുകളുടെ ഫാമിലി സർക്കിളിൽ തന്നെയാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പരിശോധനാ സാമ്പിളുകൾ എടുക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള എണ്ണം കൂടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെയാണ് നടന്നു വരുന്നത്. ആരോഗ്യവകുപ്പ് വിവിധ സംഘങ്ങളായി തന്നെ താഴെത്തട്ട് മുതൽ ഉള്ള ആളുകളിൽ രീതിയിൽ തന്നെയാണ് പ്രതിരോധ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തുള്ള ഹോട്ടലുകൾ, അതുപോലെ റെസ്റ്റോറന്റുകൾ, ജ്യൂസ് കടകൾ തുടങ്ങി വലിയ രീതിയിൽ തന്നെയാണ് ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 13 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 11 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. 6 സ്ഥാപനങ്ങളിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ പിടികൂടിയ സാഹചര്യമുണ്ട്. പ്രധാനമായും ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം, കുടിവെള്ളത്തിന്റെ സ്രോതസ് എങ്ങനെയാണ്, അത് കൃത്യമായി ശുദ്ധജലം തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഞ്ഞപ്പിത്ത വ്യാപനം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകാത്ത സാഹചര്യത്തിൽ കളമശ്ശേരിയിൽ കുറെ കൂടി ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണ്ടിവരും.